ഇന്ന് ക്രിസ്മസ് ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും ഒന്ന് അടിച്ച് വാരി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ വൈകുന്നേരമാണ് അടിച്ച് വാരി തുടയ്ക്കുക, രാവിലെ അടിച്ച് വാരി ഇടുകയും ചെയ്യും. അപ്പോൾ പിന്നെ എല്ലായിടും ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൃത്തിയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളക്കോളത്തിലും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നും തുടങ്ങിയതുകൊണ്ട് തന്നെ വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അരിമുക്കൊക്കെ അടുപ്പിച്ച് ഇങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലായിടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പുറത്ത് ഇതാ ചപ്പും കാര്യങ്ങളും ഒക്കെ പൊന്തൊക്കെ വെട്ടിയിട്ടുണ്ടെന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 4 ആകും. ഭയങ്കര വൃത്തിയായി കേട്ടോ. നമുക്ക് ന്യൂ ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എല്ലാം ഒന്ന് വൃത്തിയായി കിട്ടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ മാറാലത്തട്ടിലും കാര്യങ്ങളൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടുള്ളൂ. വേഗം ഓടിപ്പോയിട്ട് മേല് കഴുകിയിട്ട് വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ക്രിസ്മസ് ആയിട്ട് നമുക്കില്ലേ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിക്കാം ഓരോന്നോരോന്നായിട്ട്. വിളക്കുളത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം സ്റ്റാർ തൂക്കിയിട്ടുണ്ടായിരുന്നു. അത് കത്തിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റാർ ആയിരുന്നു കേട്ടോ. അത് ഞാൻ തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബെഡ്ഷീറ്റിൻ്റെ ലിങ്ക് ഞാൻ അതിനകത്ത് കൊടുക്കുക. അടിപൊളിയാണ്. ഞാനൊരു 1 ഇയറിൻ്റെ അടുത്തായി വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റിയാണ്. എലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിരിച്ചിടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. എവിടേക്കും പോയില്ല, അനങ്ങാണ്ട് കിടന്നോളൂ കേട്ടോ. നല്ലതാണ് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന ബ്ലാക്കിൽ ആ ഡോട്ടുള്ള ഡ്രസ്സില്ലേ, അതും ഞാനൊരു 1 ഇയറായി എടുത്തിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഇതിനകത്ത് ആഡ് ആക്കി കൊടുക്കാം കേട്ടോ. പിന്നെ എല്ലായിടും ഒന്ന് ബെഡ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. വൈകുന്നേരം ആകുമ്പോൾ ബെഡ്ഷീറ്റ് ഒരാഴ്ച പറഞ്ഞ പോലെ 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ ബെഡ്ഷീറ്റ് മാറ്റും. വൈകിട്ടാണ് എല്ലാം മാറ്റി ഒന്ന് തട്ടിക്കുട്ടി വിരിച്ച് റെഡിയാക്കി എടുക്കുക. ഇവിടെ ഈ ഒരു ഈ ലൈറ്റിൻ്റെ ലിങ്ക് ഞാൻ അകത്ത് കൊടുക്കുക. ലൈറ്റൊക്കെ നമ്മൾ മുന്നേ വെച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ എൻ്റെ കുറേ ഫോട്ടോസില്ലേ, അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കണ്ണൻകുട്ടിയുടെയും പൂജയുടെയും നമ്മുടെയൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചന്താണ് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ നമ്മളിതാ ഈ ലൈറ്റ് ഇല്ലേ, ഈ കുഞ്ഞ് ലൈറ്റ്, ഈ ഒരു മെഴുകുതിരി പോലത്തെ, അത് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നൈറ്റൊക്കെ നമ്മൾ കിച്ചണിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെയും അതുപോലെ തന്നെ നമ്മൾ വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല രസമല്ല. അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഷവായി ആണ് കേട്ടോ. ഷവായി, പൊറോട്ട, പിന്നെ എന്തായിരുന്നു കുബൂസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ തൊപ്പിയൊക്കെ ഒരു ക്രിസ്മസ് അല്ലേ, ഒരു വൈബിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രാത്രി നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ കൂടെ ഒരു കുഞ്ഞതായിട്ട് നമ്മൾ ക്രിസ്മസ് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഷവായി. ഞാനത് എവിടുന്ന മേടിച്ചെന്നുള്ളതൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വ്ളോഗിൽ. പിന്നെന്തായിരുന്നു, പിന്നെ അതൊക്കെ വിളമ്പിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഫുഡ് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.